Hi everyone, welcome back to my channel. ഞാൻ അനു വെൽനസ് കോച്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബേസൽ മെറ്റബോളിക് റേറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഒരു ദിവസത്തിൽ ഒത്തിരി ആക്ടിവിറ്റീസുകൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നടക്കുക, വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാം. അപ്പൊ ഇതിനോടൊക്കെ ധാരാളം കാലറി നമുക്ക് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് കാലറി നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മൾ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് എത്രത്തോളം കാലറി ആവശ്യമുണ്ട് അതിനെയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുകയാണ്, ഒരു ലോങ് അവേഴ്സ് ഇതുപോലെ തന്നെ ഇരിക്കുന്നു, ഒരു ആക്ടിവിറ്റി ഇല്ല. പക്ഷെ എന്നാൽ പോലും എന്റെ ശരീരത്തിലേക്ക് ചെറിയ രീതിയിലുള്ള കാലറി ആവശ്യമുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് ചെയ്യാനും അതുപോലെ ഡൈജഷൻ, ബ്ലഡ് സർക്കുലേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ എമൗണ്ട് ഓഫ് കാലറി ആവശ്യമാണ്. ബോഡി റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട കാലറിയുടെ അളവിനെയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നുകൊണ്ട് പറയുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാവരും വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്, ചിലർ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, വെയിറ്റ് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം കാലറി ഇൻടേക്ക് എടുത്തു അല്ലെങ്കിൽ എത്രത്തോളം കാലറി ബേൺ ചെയ്തു എന്നതിനനുസരിച്ചിട്ടല്ല. നമ്മുടെ ഈ ഒരു BMR ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ നടക്കുന്നത്. BMR എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഹസ്ബൻഡ്, അദ്ദേഹം നല്ല ഹൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ട്, മസ്കുലർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ BMR ലെവല് ഏകദേശം 2000 കാലറിക്ക് ആവും. ഇനിയിപ്പോ ഞാൻ ഷോർട്ടാണ്, മസ്കുലർ ബോഡി ഒന്നല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ BMR ലെവല് കുറവായിരിക്കും. ഏകദേശം 1200 ഒക്കെ ആയിരിക്കും എന്റെ BMR ലെവൽ ഉണ്ടായിരിക്കും. BMR ലെവല് ഹൈ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന പ്രോസസ് വളരെ എളുപ്പത്തിൽ നടക്കും. എന്നാൽ BMR ലെവല് കുറവുള്ള ആളുകൾക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന പ്രോസസ് കുറച്ച് സ്ലോ ആയിട്ട് നടക്കും. ഉദാഹരണത്തിന് ഞാൻ തന്നെ എടുക്കാം, എന്റെ തന്നെ കാര്യം പറയാം. ഡെലിവറിക്ക് ശേഷം ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിൽ എന്റെ BMR ലെവല് കുറവായതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് വളരെ സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തില് 2-3 കിലോനൊക്കെയാണ് ഞാൻ വെയിറ്റ് ലോസ് ആയിട്ടുള്ളത്. പക്ഷെ എന്റെ ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി മെമ്പേഴ്സ് വെയിറ്റ് ലോസ് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ BMR ലെവൽ ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ വെയിറ്റ് ലോസ് ജേർണി വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പോ വെയിറ്റ് ലോസ് ചെയ്യുന്ന എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വെയിറ്റ് ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ BMR ലെവലിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് വളരെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്തു പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടെൻഷൻ, ഞാൻ വെയിറ്റ് കുറയുന്നില്ലല്ലോ, എന്ത് പറ്റി, എന്റെ ഹസ്ബൻഡ് വെയിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ് വെയിറ്റ് കുറഞ്ഞു, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് കുറഞ്ഞു, ഞാൻ മാത്രം എന്താ വെയിറ്റ് കുറയാത്തെന്ന് ആരും ചിന്തിക്കരുത്. ഓരോരുത്തരുടെ BMR ലെവലിനനുസരിച്ചിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ കിട്ടാനായിട്ട്. അപ്പൊ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് വളരെ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്തു പോവുക. റിസൾട്ട് അതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.